ക്രൈസ്തലോ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമേ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്യം വായിക്കാം. സദൃശവാക്യം 16:6 ഇങ്ങനെ പറയുന്നു: ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു. ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു എന്ന് വച്ചാൽ, നാം ദയയും വിശ്വസ്തരുമായ നമ്മുടെ അകൃത്യങ്ങളും മറ്റുള്ളവരുടെ അകൃത്യങ്ങളും പരിഹരിക്കപ്പെടുന്നു. അങ്ങനെ കർത്താവ് ദയ കാണിച്ചതുപോലെ, കർത്താവ് ക്രൂശിക്കപ്പെടുമ്പോഴും അവൻ വിശ്വസ്തനായിരുന്നതുപോലെ, പിതാവ് കൊടുത്ത ആലോചനയിൽ വിശ്വസ്തനായിരുന്നു. വിശ്വസ്തതയും കൊണ്ട് അവൻ നമ്മുടെ പാപത്തെ, അകൃത്യം കണ്ടോ പരിഹരിച്ചു. നമ്മുടെ പാപത്തെ ദയയും വിശ്വസ്തനും ആയതുകൊണ്ട് കർത്താവ് ദയ കാണിക്കുകയും വിശ്വസ്തനാക്കുകയും കൊണ്ട് നമ്മുടെ അകൃത്യങ്ങൾ പരിഹരിക്കപ്പെട്ടതുപോലെ നാമും ദയ കാണിക്കുകയും വിശ്വസ്ത സാക്ഷ്യമുള്ളവരായി ജീവിക്കുവാൻ തുടങ്ങിയാൽ നമ്മളിലൂടെ അനേകം പാപങ്ങൾക്ക് ഒരു വിടുതലായി മാറും. നാം വിശ്വസ്ത സാക്ഷ്യമുള്ളവരായിരിക്കുക. അവിടെ പറയുന്നുണ്ടോ, ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു. അങ്ങനെ നമുക്ക് ആരെങ്കിലും കൈപ്പായ ഉണ്ടെങ്കിൽ അവരോട് നമുക്ക് ദയ കാണിക്കാം. അകൃത്യങ്ങളെല്ലാം മാറിപ്പോട്ടെ. ദൈവം വലിയ അത്ഭുതം ചെയ്യട്ടെ. നമുക്ക് ദയ കാണിക്കാം, നമുക്ക് വിശ്വസ്തത കാണിക്കാം. അവരെ നീതീകരിക്കട്ടെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ കൈപ്പേറിയ അനുഭവത്തിൽ നിന്നും മടങ്ങി വരുവാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ ഇന്ന് നിങ്ങളോട് കർത്താവ് പറയുന്നു, ദയയും വിശ്വസ്തതയും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അകൃത്യങ്ങളെ പരിഹരിക്കുവാൻ കഴിയും. അങ്ങനെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമുക്ക് ആരോടെങ്കിലും കയ്പുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ദയ കാണിക്കണം. നിങ്ങൾ വിശ്വസ്തരാവണം. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരാവണം. കർത്താവ് ഇവിടെ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന അത് എന്തിനാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുന്നു. എല്ലാവരോടും ക്ഷമിക്കുവാനും പൊറുക്കുവാനുള്ള ഒരു കൃപ നമുക്കെല്ലാവർക്കും ധാരാളമായി കർത്താവ് തരട്ടെ. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.